മദനിയത്തിന്റെ 100ാമത്തെ മജ്ലിസ് നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അത്യന്തികമായ ഒരു സന്തോഷങ്ങളിൽ ഒരുപാട് സന്തോഷങ്ങൾ യുവത്വത്തിന്റെ ചെറിയ പ്രായത്തിന്റെ പ്രസരിപ്പുകളിൽ മൊബൈൽ ഫോണുകളിലും സോഷ്യൽ മീഡിയകളിലും അഡിക്റ്റുകളായി സീരിയലുകളും സിനിമകളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും അരങ്ങുവാഴുന്ന പുതിയ കാലഘട്ടങ്ങളിൽ ഉസ്താദേ മദനിയം മജ്ലിസ് കൊണ്ട് എന്റെ മനസ്സ് മാറി, എന്റെ ഖൽബ് മാറി. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ സിനിമ കാണൂല, സീരിയൽ കാണൂല, തോന്നിവാസങ്ങളിലേക്ക് ഞാനില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും മുന്നോട്ട് വന്നു എന്നത് ഈ മദനിയം മജ്ലിസിന്റെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു അടയാളപ്പെടുത്തലുകളായി ഈ സാധുവായ ഞാൻ മനസ്സിലാക്കുകയാണ്. മാത്രമാണോ? അല്ല, അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ വീട് കെട്ടി ഇറങ്ങി പോകാൻ വേണ്ടി തീരുമാനിച്ച പെൺകുട്ടികൾ മദനിയം മജ്ലിസ് കൊണ്ട് അവരുടെ ഖൽബ് മാറി. ഇല്ല ഉസ്താദേ, ഞാൻ എന്റെ വീട് വിട്ട് 2 ദിവസങ്ങൾക്കകം ഒരു അന്യപുരുഷന്റെ കൂടെ വീട് വിട്ടി ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചവളായിരുന്നു. മദനിയം പരിപാടി എന്റെ ഖൽബ് മാറ്റി. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കഥ കേട്ടപ്പോൾ, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കഥ കേട്ടപ്പോൾ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ് അതേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് മെസ്സേജ് അയച്ച പെൺകുട്ടികൾ എത്രയാണ്! അൽഹംദുലില്ലാഹ്, നാഥനായ റബ്ബിനെ എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. ഈമാൻ കിട്ടി മരിക്കുക എന്നത് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് അല്ലാഹു തരുന്ന വലിയ നിധിയാണ്. ആ സൗഭാഗ്യത്തിന്റെ അപ്പുറം വേറെ നമുക്ക് ഒരു സമ്മാനം ലഭിക്കാനില്ല. ആ ഈമാനികമായ മരണത്തിന് വേണ്ടിയാണ് മദീനയിലേക്ക് നമ്മുടെ ഖൽബിനെ നമ്മൾ തിരിച്ചു വെക്കുന്നത്. മദനിയം എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, അതിന്റെ ശക്തമായ പ്രതിഫലനങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ മാഷാ അല്ലാഹ്, ഒരിക്കലും അല്ലാഹു തന്ന ഈ മഹാ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ ആരും അഹങ്കരിച്ചു പോകരുത്. ഒരു 2 മിനിറ്റ് എന്റെ ഖൽബിനോട് ഞാൻ പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന അനുഗ്രഹത്തിന്റെ പേരിൽ ഒരു നിമിഷം പോലും അഹങ്കരിക്കുന്ന ഒരു ചെറിയ സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സംഭവിച്ചു പോകരുത്. അല്ലാഹു നമ്മുടെ ഖൽബിനെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. മഹാനായ ശൈഖുന പേരോട് ഉസ്താദ് അവറുകള് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദ് ആ വിഷയങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 100 ദിവസമായി ഉസ്താദെ മഹത്തായ മദനിയം പരിപാടി നടക്കുന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷം, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ചോദിക്കാനുള്ള വിഷയം ഉസ്താദിനോട് ഞാൻ ചോദിച്ചു. വളരെ ചെറിയ പ്രായം മുതലേ ഉസ്താദ് അവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, ഒരുപാട് പഠിക്കാൻ ആ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കേണ്ട വിഷയം അറിഞ്ഞ്, ഞാൻ ആ ഉസ്താദിനോട് പറയേണ്ട വിഷയങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ആ സംസാരം നിർത്തുമ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ വാചകം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഞാൻ നന്നാവാൻ ദുആ ചെയ്യണേ. പ്രഭാഷണങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്, പക്ഷേ എന്റെ ഖൽബ് നന്നാവാൻ ദുആ ചെയ്യണേ. എന്റെ മനസ്സിനത് വല്ലാതെ വേദനിപ്പിച്ചു പോയി. ഉസ്താദ് അവറുകൾ അങ്ങനെ പറയണമെങ്കിൽ ഈ സാധുവായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു വേദിയിൽ പ്രഭാഷണം നടത്താൻ അവസരം ലഭിക്കുന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് അല്ലാഹുവിന്റെ ദീന് പറയാൻ അവസരം ലഭിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു അണുമണി തൂക്കം പോലും കിബറിന്റെയോ അഹങ്കാരത്തിന്റെയോ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങളെ വലിയ നന്ദിയായി, വലിയ ശുക്റായി റബ്ബിന് നമ്മൾ അർപ്പിക്കേണ്ടതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ, നിങ്ങൾ നന്ദിയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് നന്മകളെ വർദ്ധിപ്പിക്കുന്നതാണ്.
വലഇൻ കഫർതും നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ് എന്റെ ശിക്ഷ കഠോരമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നന്നാക്കണം, നമ്മുടെ ഖൽബുകളെ നമ്മൾ നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ നന്നാക്കി വിശുദ്ധമായ മദീനയിലേക്ക് നമ്മുടെ ഖൽബിനെ അടുപ്പിച്ച് ആ മദീനയുമായി ബന്ധപ്പെട്ട് ജീവിച്ച് നമുക്ക് മരിക്കണം. ഓ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ പെങ്ങളെ, ചെറുപ്പക്കാരാ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ സമയമാണ്. മക്കളെ, ക്യാമ്പസുകൾ വൃത്തികേടിന്റെ ലോകമാണ്. അങ്ങനെ ഒരു കാലത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്യാമ്പസുകളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങള്, തോന്നിവാസങ്ങള്, വൃത്തികേടുകള്, ഓ പെങ്ങളെ, നിന്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട്, നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് നിന്നെ വൃത്തികേടുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ക്ഷണിക്കാനും അതേ കൊണ്ടുപോകുവാനും പല ഇരുട്ടിന്റെ ശക്തികളും ശ്രമിക്കുമ്പോൾ പൊന്നുമോനെ, പൊന്നുമോളെ, അതിൽ പെട്ടുപോകരുത് കേട്ടോ. ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാനോടുകൂടെ നമുക്ക് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒരുപാട് കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടിലായി, മഹബ്ബത്തിലായി, സ്നേഹത്തിലായി ജീവിച്ച് മരിക്കാൻ ഈ മദനിയം എന്ന മജ്ലിസ് ഒരു കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.